അപ്പോൾ ഇന്ന് നമ്മൾ രാശിചക്രത്തിൽ ചിങ്ങൻ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ചിങ്ങൻ രാശിക്കാർ എന്ന് പറയുമ്പോൾ ചില രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ ചിങ്ങരാശിയിൽ പെടുന്ന നക്ഷത്രങ്ങളാണ് ശരിക്ക് മകം, പൂരം, ഉത്രത്തിൻ്റെ അവസാനത്തെ ആദ്യത്തെ 15 നാഴി, ഉത്രത്തിലെ കാൽഭാഗം. ഉത്രത്തിൽ കാൽഭാഗം ചിങ്ങരാശിയിലേക്ക് വരും, 2.25 നക്ഷത്രം. മകവും പൂരവും ഉത്രത്തിൻ്റെ കാൽഭാഗവും ചേരുന്ന ചിങ്ങരാശിക്കാർക്ക് ഈ പുതുവർഷം എങ്ങനെയാണ്? സൂര്യൻ ചിങ്ങത്തിലേക്കാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ രാശിക്കാർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ദോഷപ്രദമായ ഒരു വർഷമല്ല, നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. അതിന് പ്രധാനമായിട്ട് പറയുന്ന 2 ഗ്രഹങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട്, ഒന്ന് വ്യാഴം അഷ്ടമരാശിയിൽ നിൽക്കുന്നുണ്ട്. വ്യാഴം 11-ലും ശനി അഷ്ടമരാശിയിലും നിൽക്കുന്നുണ്ട് ഈ രാശിക്കാർക്ക്. കണ്ടകശനി തീർന്ന് അഷ്ടമത്തിലേക്ക് ശനി പോയിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയ അഷ്ടമശനിയുടേതായ ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടും, അഷ്ടമത്തിലെ ശനി കുറച്ച് കഷ്ടത്തെയും നഷ്ടത്തെയും ഒക്കെ വരുത്തും. പക്ഷേ വ്യാഴം നിൽക്കുന്നത് എവിടെയാണ്? ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയാണ്. ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ് വ്യാഴം. വ്യാഴഭഗവാന്റെ നിപ്പ് നമുക്ക് വളരെ ഗുണത്തെ കൊടുക്കും. എന്തൊക്കെ വന്നാലും അതിൽ നിന്നെല്ലാം നിങ്ങളെ രക്ഷിക്കും. ഇപ്പോൾ ധനത്തെ തരും. ചെറിയ തടസ്സങ്ങൾ ശനി വരുത്തുമെങ്കിലും ധനപുഷ്ടിയെ തരും വ്യാഴം. അതുകൊണ്ട് ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിടപെടുക, അത് വിജയിക്കും. നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം വരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും. സാമ്പത്തികമായി മേൽഗതി വരും. ബാധ്യതയിൽ നിന്നെല്ലാം അതിജീവിച്ച് പോകാൻ സാധിക്കും. കിട്ടാതിരിക്കുന്ന ധനം വന്നു ചേരും. അപ്പോൾ അങ്ങനെ വീട്ടിനകത്ത് ഒരു ഐശ്വര്യപ്രദമായ അവസ്ഥകൾ സംജാതമാവും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ആരെയാണ്? ശനിക്കുള്ള പരിഹാരം. വ്യാഴം നമുക്കെല്ലാം തരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇടയിൽ ചെറിയ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ശനീശ്വരൻ. അപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്തണം. ശാസ്താവിന് ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കണം. ശനി വ്രതം നോക്കണം. അതുപോലെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. ശനിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുക. വ്യാഴം സപ്പോർട്ടീവായിട്ട് നിൽക്കുകയാണ്.